ഗുഡ് മോർണിംഗ്, മെറി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് അദ്ദിക്കുട്ടൻ്റെയും ടിയക്കുട്ടിയുടെയും ലാസ്റ്റ് ഡേ ആണ് സ്കൂളിൽ. അപ്പോൾ ഇന്നത്തെ മെല്ലെ എഴുന്നേൽക്കുന്നുള്ളൂ, കാരണം നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് ബസ്സിൽ കയറുന്നത്. എടാ കേടാണ് ഞങ്ങൾ സമയം ഇപ്പോൾ 6 o'clock ആവണല്ലോ കേട്ടോ. 5:20 ഒക്കെയാണ്. ഇതേ പല്ലൊക്കെ തേച്ചിട്ട് നോക്കട്ടെ. ഓ തുമ്മിയോ? പല്ലൊക്കെ തേച്ചിട്ട് പേസ്റ്റ് പല സൈഡുകളിലും ആവാറുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് ഇനി നിനക്ക് കിട്ടും. മമ്മ പേനുണ്ടെങ്കിൽ മമ്മ ചൊറിഞ്ഞ് തരും. വരച്ചിട്ടാണോ? അടിപൊളി. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ലുക്ക് മുഴുവൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ടീക്കുട്ടിയാണ് കേട്ടോ. ഇന്ന് മേക്കപ്പൊക്കെ ചെയ്യുന്നത് അവളെ എഴുന്നേറ്റിട്ട് പോലും ഇല്ല ഗൈസ്. ആ ലൈറ്റിട്ട് വേണ എന്നാലേ റെഡി ആവുള്ളൂ. മുതൽ എഴുന്നേക്ക്. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ. എടാ മറ്റേ ലൈറ്റും കൂടി ഇട്, മേലത്തെ ലൈറ്റും കൂടി ഇട്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇപ്പോൾ ടൈം 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. നല്ല തണുപ്പാണ്, എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. എടാ കുഞ്ഞി, ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് സ്നീസ് ചെയ്യണേ? മൂക്കിൽ കൂടെ ഒക്കെ വരുന്നുണ്ട് ഗൈസ്, പെട്ടെന്നാ തോന്നുന്നത്. ഇപ്പം സമയം എത്ര ആയിട്ടിയാ? ടൈം എത്രയായി? 6:05 ആയി ഗൈസ്. ടീക്കുട്ടിയുടെ റിവിഷൻ എന്താണ് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ക്യൂസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സയൻസ് ആണ് കേട്ടോ, ലാസ്റ്റ് എക്സാം. അപ്പോൾ അതിൻ്റെ ക്യൂസാണ് ഗൈസ്. ഏതാണ്? ഇൻ ബൺസിൻസ് ബർണർ യൂസ് ഈസ് മെയ്ഡ് ഓഫ്. അതെന്താ സാധനം? ഇങ്ങനെ ഫോണിൽ റിവിഷൻ ക്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 6 മണി ആവുന്നേ ഉള്ളൂ ഗൈസ്. നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ ഡാഡി എല്ലാം ജിമ്മിന് പോയിട്ടോ. നമ്മൾ ഇന്ന് ക്രിസ്മസ് ഔട്ട്ഫിറ്റ് റെഡി ആവണം. ഔട്ട്ഫിറ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ചെറിയൊരു സിമ്പിളായിട്ട്. ലട്ടിയ ഇതല്ല ടോപ്പ്, അത് നൈറ്റ് ഡ്രസ്സാണ്. അപ്പോൾ ആദ്യം ഒന്ന് ഫേസ് എല്ലാം ഒന്ന് റെഡിയാക്കി ഒരു ചെറിയൊരു മോയ്സ്ചറൈസിങ് ക്രീം ഒക്കെ വെച്ച് തേച്ച് അടുത്തത് ടീക്കുട്ടി എന്താണ് ഇടുന്ന? ഇപ്പൊ എന്താ സാധനം? ഹൈലൈറ്ററോ? സോറി, കൺസീലർ. എനിക്ക് കൺസീലർ ഇടാനൊന്നും അങ്ങനെ അറിയില്ല. ഇങ്ങനെ ഇവിടെ ഒന്നും ഇടണ്ട തോന്നുന്നു. എന്നോട് ചോദിക്കരുത്, എനിക്കും ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പൊ അപ്പൊ കൺസീലറോ ബാക്കി സോറി കൺസീലർ എന്നല്ല ഈ പറഞ്ഞത്. ആ സാധനമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. സ്കൂളൊക്കെ എപ്പോഴാണ് ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നത് ടീക്കുട്ടിയുടെ ലാസ്റ്റ് ഡേ ആണ് 19th. ഫൗണ്ടേഷൻ പോലെയാണ് ഉപയോഗിക്കുന്നത്. അയ്യോ ഇങ്ങനെ ചെയ് മതിയടാ. ഇപ്പൊ കുറച്ച് ടീക്കുട്ടിയുടെ സ്കിന്നെല്ലാം ഗ്ലാസി ടൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. കുറേ സാധനങ്ങൾ ഇങ്ങനെ വാരിത്തേക്കും, പക്ഷെ അത് അപ്പം തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇത് ശരിയല്ല ലഡിയ. ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയണം. പിന്നെ അവർ ചെയ്യുന്നത് ഓക്കെ കണ്ടോ, എന്ത് രസമാണ്. ചെയ്യുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അടുത്ത ടീക്കുട്ടി ഇട്ടിരിക്കുന്നത് ഒരു കോമ്പാക്റ്റ് ആണ്. സമയം നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. ഫേസ് കാനഡയുടെ ഒരു കോമ്പാക്റ്റ് ആണ്. ഓക്കെ. ഇതിനൊന്നും ഒരു മണം ഇല്ല ലട്ടിയ. അതാണ് മനസ്സിലാക്കാത്തത്. എന്റെ പോൺസ് സെബോളിനൊക്കെ എന്ത് മണാണ്. അതൊന്നും ആരും ഉപയോഗിക്കില്ല, ആർക്കും വേണ്ടാനും ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നല്ല സാധനമാണ്. അപ്പൊ അതും സെറ്റായി. ഏത് ഹൈലൈറ്റർ ആണോ? അല്ല, ഇതും പൗഡർ തന്നെ. താഴെ പോയോ? ഇതുണ്ടല്ലോ, നന്നായിട്ട് അറിയും. പക്ഷെ അത്ര വേണ്ട ടിയ, നീ സ്കൂളിൽ തന്നെയല്ലേ പോകുന്നേ. ഇവിടെ ഞാൻ ഇത്തിരി എഴുതാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്തായാലും കോളാവും ഫസ്റ്റ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയായിട്ട് ഈ കുട്ടി രാത്രികളില് കുളിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എഴുതാൻ കിട്ടുന്നുണ്ടോ അതോ കുളമാകുന്നുണ്ടോ എന്നുള്ളതെല്ലാം. ടീ അത് വെറുതെ വാഷ് ഔട്ട് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ പഠിക്കാം. ഒറ്റയ്ക്ക് ആരൊക്കെയാണ് കണ്ണൊക്കെ എഴുതാൻ ഇതാക്കുന്നത്? രസമില്ലെങ്കിൽ നമ്മൾ മായ്ച്ചു കളയും ഗൈസ്. അയ്യോടാ, മാക്കിയല്ലടാ ഒന്നാ, നന്നായിട്ടുണ്ടാവൂടാ. കൊറേ ഇങ്ങനെ എഴുതി നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതിപ്പോ ഒരാഴ്ചയായി തുടങ്ങിയിട്ട് ഒറ്റയ്ക്ക് എഴുതും, പിന്നെ അതങ്ങനെ വാഷ് ഔട്ട് ചെയ്യും, പിന്നെയും ഒറ്റയ്ക്ക് എഴുതും, വാഷ് ഔട്ട് ചെയ്യും. ഇതാണ് പണി. ഈക്വൽ ഒക്കെ തന്നെയാ. ഇപ്പൊ ബസ് വരും, അപ്പൊ കറക്റ്റ് ആയിട്ട് ഈക്വൽ ആവും. ഒരു സമാധാനം ഇല്ല കേട്ടോ ടീക്കുട്ടിക്ക്. അത് ശരിയാവാതെ ഒക്കെ വരുന്നുണ്ട്. ആ മിറർ പോരാതെ ഈ മിററിൽ അഡ്ജസ്റ്റ്മെന്റ് പണിയാണ്. അഡ്ജസ്റ്റ്മെന്റ് അല്ല ഗൈസ്, അത് തുടച്ചു കഴിഞ്ഞു അല്ലേ?
ഇത് നല്ല കവറേജ് ഉള്ള കൺസീലറാണ് ഞാൻ എടുത്തത്. കവറേജ് ഉള്ള കൺസീലർ ഒക്കെയാണ്, പക്ഷേ ഇത് ഇത് പിന്നെയും നോക്കട്ടെ ഒരു വിധം കുഴപ്പമില്ല. ഒരു അത്യാവശ്യം ഗ്ലോയി വന്നിട്ടുണ്ട് കേട്ടോ. അത് എന്താണെന്ന് അറിയില്ല. അത് എനിക്ക് തോന്നുന്നു എന്റെ ഫോണിന്റെ പ്രത്യേകത കേട്ടോ. അല്ലല്ല ഗൈസ്, മേക്കപ്പ് ആണോ ടീക്കുട്ടിയുടെ കവളെല്ലാം ഗ്ലോയി ഇരിക്കുന്നത്, അത് നിമിഷന്റെ ഫോണാണോ നോക്കണം. ഇതിലൊന്നുമില്ല ഗൈസ്. ഇല്ല, ഇത് നമ്മുടെ ഫോണിന്റെ കേടിപ്പാറു. ഇതാണ് ഗൈസ് നമ്മുടെ കേടിപ്പാറു ടീയ. ഇനി അടുത്തത് എന്താ? കണ്ണെഴുതുവന്ന അത് ലാസ്റ്റ്. എനിക്ക് ഐഷാഡോ നേരിടാൻ അറിയില്ല. ചിലപ്പോ നല്ലോണം കൂടും, ചിലപ്പോ നല്ലോണം. അടുത്തത് ഹൈലൈറ്റർ ആണ് ഗൈസ് വേണ്ടത്. ഏതാ ഹൈലൈറ്റർ? ഓക്കെ. ഈ അടുത്തത് ഒരു കണ്ണിന്റെ ഉള്ളിലൊക്കെ എഴുതുന്ന സാധനമാണ് ടിയ. ഞാൻ പറയട്ടെ ടിയ, ഇത് കണ്ണിൽ ഇങ്ങനെയൊന്നും അല്ലാട്ടോ എഴുതുന്നേ. എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കണ്ണിന്റെ അടിയിൽ ഇങ്ങനെയൊക്കെ വൈറ്റ് ഇട്ടിട്ട്. ഇത് ആരെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കൂട്ടോ. ഇങ്ങനെയൊന്നും അല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ഇവൾക്ക് എന്തോ പറ്റി ഗൈസ്. മേക്കപ്പ് തന്നാ ഞാൻ എന്തായാലും അലമ്പാക്കണ്ടോ. അടിപൊളി. എവിടെ കണ്ണിന്റെ അടിയിലൊക്കെയാണോ ഈ ഹൈലൈറ്റർ ഇടുന്നത്? ഇതൊന്നും ഇങ്ങനെ ഇടുന്നില്ല, ആരും ഇങ്ങനെ ഇടാറില്ല. നമുക്ക് ട്രൈ ചെയ്യാലോ. അങ്ങനെ എങ്ങനെയാണോ ട്രൈ ചെയ്തിട്ട് പോണേ? അയ്യേ ടിയ. ഇനി ഐ ഷാഡോ ഇട്ടിട്ടുണ്ട്. അയ്യോ ഇത് കൂടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടുതലാ, എനിക്ക് വയ്യ. ദൈവമേ, ക്രിസ്മസ് ആണെന്ന് പറഞ്ഞിട്ട് ഇത്രയൊക്കെ വേണടാ. ഗൈസ്, സ്കൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് ഓർ വൈറ്റ് ടോപ്പ് അല്ല ഡ്രസ് വേണമെന്ന്. അതിന് റെഡ് ഡ്രസ് അല്ല, ഞാൻ റെഡ് ഐഷാഡോ ഇട്ടല്ലോ ഗൈസ്. എന്തൊരു ഭംഗിയാണ്. ഇത്രയും നല്ല കൂടിപ്പോയി. ഇനി ഇതിന്റെ ഉള്ളിൽ എന്താ സംഭവം? ഇനി തപ്പ കേട്ടോ. ഇനി ആദ്യം തൊട്ട് തപ്പാണ്. ഇതിനി മുഴുവൻ മാക്കാൻ വേണ്ടി ബഡ്സ് എടുത്ത്. ഞങ്ങളൊക്കെ അതിന് ബഡ്സ് എന്നാ പറയുന്നത്. നീ എന്താ പറയുന്നേ? ക്യൂട്ടിപ്പാ. അത് ബഡ്സ് ആടാ. ഇത് രണ്ടും വരുന്നുണ്ട് കണ്ടോ. അത് മുഴുവൻ എടുത്തു. സോ ഫൈനൽ നമ്മൾ കൺമഷിയാണ് കേട്ടോ ഇടുന്നത്. നമ്മളിപ്പോ ഷുഗറിന്റെ കേട്ടോ യൂസ് ചെയ്യുന്നത് ഇപ്പൊ കുറച്ചായിട്ട്. ഓ അങ്ങനെയല്ല. ഓക്കെ, ഇപ്പൊ ചെറുതായിട്ട് നല്ല ഇത്തിരി ഒന്നുമല്ല, എന്നെ സംബന്ധിച്ച് നന്നായി കൂടിയിട്ടുണ്ട്. ഇത് ഞാൻ പോകുമ്പോ മേക്കപ്പ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോ തുടച്ചു കൊടുക്കുന്നുണ്ട് ഗൈസ്. അത് ഇവിടെ പറയുന്നില്ലാന്നേ ഉള്ളൂ. ഇതിപ്പോ ചുമ്മാ കാണാൻ നല്ല രസമുണ്ട്, അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ടീക്കുട്ടിയുടെ മസ്കറ. ഞാൻ ഈ മേക്കപ്പിലാണ് എക്സാം എഴുതാൻ പോകുന്നത്. ലാസ്റ്റ് എക്സാം സയൻസ് ആണ്. അത് ഇത്തിരി ഓവർ കോൺഫിഡൻസ് ആണ്. സയൻസിൽ നല്ല മാർക്ക് കിട്ടുന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. ബയോളജിയിൽ മാത്രം. ഈ കോൺഫിഡൻസ് എപ്പോഴൊക്കെ ഉണ്ടോ ആ എക്സാം. ഫിസിക്സിൽ ഒരു കെമിസ്ട്രി ലെസൺ ഉണ്ട്. അതെ, അപ്പൊ ചിലപ്പോ എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്റെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് കറണ്ടിന്റെ എന്തോ ഒരു സംഭവമാണുള്ളത്. എനിക്ക് ഇന്നലെ തൊട്ട് ഓൺലൈൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഫുൾ ടൈം നമുക്ക് ലേറ്റ് ആയി. ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇന്നലെ പഠിക്കലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അത് അങ്ങനെ കാണുന്നത്. ഇതിപ്പോ എന്താ പുതിയ പരിപാടി? ഇത് അമൃത ടിവിന്ന് കിട്ടിയതാട്ടോ. ആരെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ലിപ് ലൈൻ ഇടുന്നവരെ ഞാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ ലിപ് ലൈൻ ഇട്ടിട്ടാണ് ലിപ്സ്റ്റിക് ഇടേണ്ടത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ്. ഇവിടെ ഞങ്ങൾ ലിപ്സ്റ്റിക് ഇട്ട് വാസലിൻ ഇട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ലിപ് ലൈനർ ഇടുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും ലിപ്സ്റ്റിക്കോ? ഗൈസ്, ഇത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ടോ. ഇങ്ങനെയൊന്നും ആരും ചെയ്യരുതേ. ദൈവമേ, എന്താ പക്ഷെ നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം കുറെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ടീക്കുട്ടി. അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ ഞാനിപ്പോ ഡാഡി ഇപ്പൊ വരും, ഇപ്പൊ കാണാം. വരും പോ ഗൈസ്. ഫൈനൽ ടച്ച് എന്ന് പറയുന്നത് ബ്ലഷ് ആണ്. ബ്ലഷും കൂടി ഇട്ട് സെറ്റായി. എന്ത് മൂക്കില് ഗൈസ്? മുടി ചെയ്തിട്ടില്ല. അപ്പോഴേക്കും മൂക്കില് നമുക്ക് ഹൈലൈറ്റർ ഇടാൻ മറന്നു ഗൈസ്. എന്ത് ചെയ്യാൻ പറ്റും? എക്സാം എഴുതാൻ പറ്റില്ല ഒരിക്കലും അല്ല. അതാണ് ഇമ്പോർട്ടന്റ് പാർട്ട്. അതാണ് ഗൈസ്. നമ്മൾ മൂക്കിൽ ഇനിയിപ്പം ഹെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് മനസ്സിലായില്ല? ഇപ്പൊ എന്തുപോലെ ഉണ്ടെന്ന് അറിയോ? ഞാനിത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാട്ടോ. ആദ്യം നീ പോയി മൊത്തം തുടച്ചു കളയണം മൊത്തം. ഓക്കെ, വെയിറ്റ്.
ഗൈസ് ഫൈനലി നമ്മൾ സമയം വളരെ കുറവായതുകൊണ്ട് എല്ലാം റെഡിയാക്കി. ഇതാണ് ടീക്കുട്ടിയുടെ ടോപ്പ് കേട്ടോ. ക്രിസ്മസ് സ്പെഷ്യൽ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു തലയിൽ ഒരു ചെറിയ ബോ വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, രസമില്ല. ഗൈസ് അദ്ദിക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ട് സെറ്റപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നോക്കട്ടെ, ആദ്യക്കുട്ടന് മെറി ക്രിസ്മസ് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ടീക്കുട്ടി എല്ലാം റെഡി ആയിട്ട് നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ബസ് വരുന്നത്. അപ്പൊ ടീക്കുട്ടി എല്ലാ ഔട്ട്ഫിറ്റ് ഒക്കെ നോക്കട്ടെ എങ്ങനെയുണ്ട്. ഒരു 10 നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം? ലാസ്റ്റ് മൊമെന്റ്, അതായത് ബസ് വരാൻ സമയത്താണ് നെയിൽ പോളിഷ് ചെയ്യുന്നത് കേട്ടോ. അജിക്കുട്ടന് നമ്മള് ഭയങ്കരമായി തണുപ്പാണ് കേട്ടോ. ഇപ്പം നല്ല തണുപ്പാണ്, അതുകൊണ്ട് മുടി കേടുവരാതെ വെച്ചോട്ടിയാ. റെഡി അല്ലേ? സോ ഫൈനലി നമ്മൾ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ ബസ്സിന് വെയിറ്റിംഗ് ആണ് അല്ലേ ടിയ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ഇപ്പം കമന്റ് ബോക്സിൽ ഓഡിയോ വന്നിട്ടുണ്ട്, അപ്പൊ എല്ലാവരും കമന്റ് ചെയ്തോളൂ. ടീക്കുട്ടിയും ഞാനും നെയിൽ പോളിഷ് എവിടേക്കായി എല്ലാവരും കമന്റ് ഓഡിയോ ഇടുന്നതാണ്. അപ്പൊ എല്ലാവരുടെ പേരോ എന്തൊക്കെയാ നിങ്ങൾക്ക് പറയേണ്ട, വല്ല ബർത്ത്ഡേ വിഷസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ നോക്കിയിട്ട് സമയം കിട്ടുമ്പോൾ നമ്മളത് ചെയ്യാട്ടോ. ബൈ ബൈ. ടീക്കുട്ടി സെറ്റായി. അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ. ഒരു മിനിറ്റ് കേട്ടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത വീഡിയോ പിന്നെ കാണാം.